പണപ്പെട്ടി എടുത്തില്ലെങ്കിലും നന്ദനേനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അപ്പൊ സായി അഭിഷേകിനോട് പറഞ്ഞത്. പണപ്പെട്ടി എടുക്കേണ്ട ആവശ്യമില്ല, നന്ദനേനെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലാതെ പുറത്തിറങ്ങിയാലും ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും. പണപ്പെട്ടി വേറെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെടുക്കട്ടെ എന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു അഭിഷേകിനോട്. ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് സായി പണപ്പെട്ടി ഡിസ്കഷൻ ആയിരുന്നു സിജോയായിട്ടും നന്ദനയായിട്ടും ഒക്കെ തന്നെ. ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവർ ഒഴിവാകൂലോ, അങ്ങനെ ടോപ്പ് 5 കയറാം എന്നുള്ളതാണ് സായിയുടെ പ്ലാൻ എന്നാണ് തോന്നുന്നത്. അഭിഷേകിനും സിജോയ്ക്കും ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് സായി പറയുകയുണ്ടായി. അല്ലാത്തവർ എടുക്കുവാണെങ്കിൽ നല്ലതാണെന്നാണ് സായി പറയുന്നത്. 10-20 ലക്ഷം രൂപയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മറ്റുള്ളവർക്ക് എടുക്കുമെന്നായിട്ട് സായി പറയുന്നുണ്ടായിരുന്നു. നന്ദന ഉള്ളപ്പോൾ പോലും, നന്ദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും മറ്റുള്ളവർക്കൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ നന്ദന ഇല്ലാത്തപ്പോൾ എന്തായാലും എല്ലാവരും എടുക്കുമെന്നൊക്കെയാണ് സായി പറയുന്നത്. അപ്പൊ ഋഷി പറയുന്നുണ്ടായിരുന്നു നന്ദന ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യില്ല എന്നൊക്കെ ഉള്ളത്. ഋഷീനെ സായി ശരിക്കും പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എടുക്കാനൊക്കെ ആയിട്ട്. ഇവരുടെ ഈ പ്ലാനിങ് കേട്ടോണ്ടിരുന്ന നോറ ഋഷിയോട് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഋഷി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് തീരുമാനിച്ചത് എന്നുള്ളത്. അപ്പൊ ഋഷി പറയുന്നുണ്ടായിരുന്നു എനിക്ക് കപ്പ് എന്തായാലും വേണം എന്നുള്ളത്, ഞാൻ എടുക്കില്ല എന്നുള്ള രീതിയിൽ ഋഷി ആദ്യം പറയുന്നുണ്ട്. ഋഷി അപ്പോഴല്ലേ എന്തെങ്കിലും നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. സീക്രട്ട് റൂമിലിരുന്ന നോറ പറയുന്നുണ്ടായിരുന്നു ഇവര് ബിഗ് ബോസിന് പോലും ഒരു വാല്യൂ ഇല്ലാതെ ഈ പണപ്പെട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറിറ്റേഷൻ ആവുന്നുണ്ട്. പണപ്പെട്ടി വേണ്ടവരെയൊക്കെ പുറത്താക്കിയിട്ട് എനിക്ക് കപ്പ് തരൂ ബിഗ് ബോസ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നോറ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം നോറയും ഋഷിയും ഒന്നും പണപ്പെട്ടി എടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. അഭിഷേക്, ജിൻഡോ, സിജോയും ഒന്നും എടുക്കില്ല. ആയും എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. അർജുൻ അതുപോലെ തന്നെ ശ്രീധുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി എടുക്കില്ല എന്നുള്ളത്. കുറച്ച് പേരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടാവില്ല, അപ്പൊ അവരെ ഒരു ഇതാക്കിയിട്ട് പൈസയല്ലേ അതൊക്കെ പിന്നീട് ഉണ്ടാക്കാം, ഏതായാലും പണപ്പെട്ടി എടുക്കില്ലെന്ന്. അപ്പൊ ശ്രീധു പറഞ്ഞത് പണപ്പെട്ടി എടുക്കില്ല, പിന്നെ അപ്പൊ നോക്കാം എന്നുള്ളതാണ്. ശ്രീധു എടുക്കാനും ചാൻസ് കാണുന്നില്ല. നിങ്ങൾക്ക് ആരെടുക്കുമെന്നാണ് തോന്നുന്നത്? സായിയുടെ ഒരു പ്ലാൻ കേട്ടിട്ട് സായി എടുക്കാൻ ചാൻസ് ഇല്ല, മറ്റുള്ളവരെ ഇടിപ്പിക്കാനാണ് നോക്കുന്നത്. സായി ചുമ്മാ നന്മമരം കളിക്കുകയാണോ? ഇവരുടെ ഡിസ്കഷനും ഇതെല്ലാം കാരണം പണപ്പെട്ടി വയ്ക്കാണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷെ എന്തായാലും പണപ്പെട്ടി ഉണ്ടാവാൻ സാധ്യത